മുഖ്യമന്ത്രി ഹണിയെ വിളിച്ചു. തൊട്ടു പിന്നാലെ ബോബി കസ്റ്റഡിയിൽ. നാടകീയ നീക്കങ്ങൾ. ബോബി ചെമ്മണ്ണൂരിനെതിരെ ലൈംഗികാധിക്ഷേപ പരാതി നൽകിയ ഹണി റോസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോൺ വിളിച്ച് എല്ലാ നിയമ നടപടികൾക്കും പിന്തുണ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ബോബിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ഇളവുകൾ ഒന്നും നൽകേണ്ടെന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കാനും പോലീസ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഹണി റോസിന്റെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ബോബിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ബോബിയുടെ അറസ്റ്റ് ഇന്നു തന്നെ രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ബോബിക്കെതിരെയുള്ള പരമാവധി തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ബോബി വയനാട്ടിലേക്ക് കടന്നതായി പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിരുന്നു. ഇതോടെ പ്രത്യേക അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഒപ്പം ബോബി രക്ഷപ്പെടാതിരിക്കാനായി വയനാട് പോലീസിനെയും വിവരം അറിയിച്ചു. നീക്കങ്ങളെല്ലാം അതീവ രഹസ്യമായിരുന്നു. ഇന്ന് രാവിലെ മേപ്പാടിയിലെ എസ്റ്റേറ്റിനോടനുബന്ധിച്ച റിസോർട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കും വരെ പുറത്താരും ഒന്നും അറിഞ്ഞില്ല. ഒളിവിൽ പോകാനും മുൻകൂർ ജാമ്യം നേടാനും ബോബി ശ്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ പോലീസ് അതിനൊന്നും ഇട നൽകാതെയായിരുന്നു വിവാദ വ്യവസായിയെ പൂട്ടിയത്. സ്ത്രീത്വത്തെ അപമാനിക്കും വിധം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അധിക്ഷേപിച്ചെന്ന് ആരോപിച്ചാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതി നൽകിയത്. എറണാകുളം സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് നടിയുടെ പരാതി അന്വേഷിക്കുന്നത്. പരാതി നൽകിയ കാര്യം ഹണി റോസ് തന്നെയാണ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചതും.